22,302 വളരെ കംഫർട്ടബിൾ ആയ സ്പേസിൽ അങ്ങനെ നിൽക്കുകയാണ് സുരേഷ് ഗോപി. ക്രമാനുഗതമായി ഓരോ റൗണ്ട് പൂർത്തീകരിക്കുമ്പോഴും തൃശ്ശൂരിൽ താൻ തലയെടുത്ത് തന്നെ നിൽക്കും, ഞാനിങ്ങനെ എടുക്കും തൃശ്ശൂർ ഉറപ്പിക്കുകയാണ് സുരേഷ് ഗോപി. ഇനി മത്സരം തിരുവനന്തപുരത്താണ്. അവിടെ കറക്റ്റ് ആയിട്ട് ലീഡ് വർദ്ധിപ്പിക്കുന്നത് കണ്ടുള്ളൂ. 1995 വോട്ടുകൾക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്. സസ്പെൻസ് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിലാണ്. തൃശൂർ സുരേഷ് ഗോപി അങ്ങെടുത്തു. 22,302 തൃശൂർ ആസ്പദമാക്കി വന്ന ചിത്രം തൂവാനത്തുമ്പികൾ, നായകൻ മോഹൻലാൽ. പക്ഷേ ഇന്നത്തെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തൂവാനത്തുമ്പികൾ പറക്കുകയാണ്. ലീഡ് 22,302 സുരേഷ് ഗോപി NDA തൃശൂർ. വടകരയിൽ ഷാഫി പറമ്പലിന്റെ ലീഡ് 22,172 ആയിട്ടുണ്ട്. വടകരയിൽ ഷാഫി നില മെച്ചപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമോ എന്നുള്ള കാര്യം നമ്മൾ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. കൗതുകരമായ ഒരു കാര്യമുണ്ട്. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയുടെ ഭൂരിപക്ഷം 15,000 കടന്നിരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വയനാടിന് അടുത്തെത്തുന്നില്ലെങ്കിലും അവിടെയും 28,236 വോട്ടിന് നിലവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മുന്നിലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 80,000 കടന്നിട്ടേ ഉള്ളൂ. എത്ര റൗണ്ടായി എന്നടക്കണം കൂടുതൽ വിവരങ്ങൾ പറയണം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം രാഹുൽ തൊടുമോ എന്നൊക്കെ അറിയണം ഈ വരുന്ന മണിക്കൂറിൽ. വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ 80,000 കടന്നിരിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി. റായ്ബറേലിയിലും ഒരുപോലെ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് രണ്ടാം റൗണ്ടിന്റെ ഫലം വന്നു എന്നാണ് മനസ്സിലാകുന്നത്. NK പ്രേമേന്ദ്രൻ ഇപ്പോൾ 20,126. മറ്റൊരു പ്രധാന അപ്ഡേഷൻ ഉണ്ട്. വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം നിലവിൽ 16,141. 1,00,000-അപ്പുറമായിരുന്നു 5 ആണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ നിലവിൽ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയ മോദി 16,141 വോട്ടിന് തിരിച്ചു പിടിക്കുന്നു വാരാണസി. റായ്ബറേലിയിൽ 28,236 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി മുന്നിലാണ്. ഈ ഇലക്ഷന്റെ കൗണ്ടിംഗിൽ ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധി പിറകിൽ പോയില്ല. പക്ഷേ നരേന്ദ്രമോദി 1 മണിക്കൂറോളം പിന്നിൽ നിൽക്കുന്ന അത്ഭുതവഹമായ കാഴ്ച കണ്ടു.